ഏവർക്കും നമസ്കാരം. ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേട്ടറ്റ് സബ്ജക്ട് മലയാളത്തിൽ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദ്യം വരുന്ന ഒരു ചോദ്യ മേഖല അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഘട്ടവിഭജനം. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ട് പല പണ്ഡിതന്മാരും ആ ഒരു വികസന ഘട്ടത്തെ പലതാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം വരാം. ഇപ്പോ AR രാജരാജവർമ്മ എങ്ങനെയാണ് മലയാള ഭാഷയുടെ വികാസത്തെ ഘട്ടങ്ങളായി തിരിച്ചത്? കരിന്തമിഴ് കാലം, മലയാണ്മ കാലം, മലയാള കാലഘട്ടം എന്നിങ്ങനെ തിരിച്ചു. അതുപോലെ തന്നെ ആദ്യ മലയാളം, മധ്യ മലയാളം വിഭജിച്ചതാരെ? അത്തരത്തിലൊക്കെ ചോദ്യം വരാറുണ്ട്. പലർക്കും ഇതൊരു കൺഫ്യൂഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കി വളരെ സിമ്പിൾ ആയിട്ട് മലയാള ഭാഷയുടെ ഘട്ടവിഭജനത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഏറ്റവും അവസാനം കഴിഞ്ഞ കേട്ടറ്റ് കാറ്റഗറി 3 സബ്ജക്ട് മലയാളത്തിന്റെ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. കരിന്തമിഴുകാലം, മലയാണ്മക്കാലം, മലയാളകാലം എന്നിങ്ങനെ മലയാള ഭാഷയെ 3 ഘട്ടങ്ങളായി വിഭജിച്ചത്. ഓപ്ഷൻ എ PV വേലായുധപിള്ള, ഓപ്ഷൻ ബി AR രാജരാജവർമ്മ, ഓപ്ഷൻ സി CL ആന്റണി, ഓപ്ഷൻ ഡി KM ജോർജ്. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് ഈ ചോദ്യം അല്ലെ? ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലാണ് ഘട്ടവിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിന്റെ അവിടെ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നൊന്ന് നോട്ട് ചെയ്തോളൂ. ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനം തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ? മലയാള ഭാഷയുടെ ഘട്ടവിഭജനത്തിലെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷാ സാഹിത്യ ചരിത്രകാരനായിട്ടുള്ള P ഗോവിന്ദപിള്ളയാണ്. അപ്പൊ P ഗോവിന്ദപിള്ള മലയാളത്തിൽ ആദ്യമായിട്ട് സാഹിത്യ ചരിത്രം എഴുതിയ ആളാണ്. 1881 സാഹിത്യ ചരിത്രം പുറത്തു വരുന്നത്. അദ്ദേഹം മലയാള ഭാഷയുടെ വികാസത്തെ ഘട്ടങ്ങളായിട്ട് തിരിച്ചപ്പോൾ ആദ്യ മലയാളം, മധ്യ മലയാളം, നവീന മലയാളം എന്നിങ്ങനെ 3 ആക്കിയിട്ടാണ് തിരിച്ചത്. എങ്ങനെയാണ് തിരിച്ചത്? ആദ്യ മലയാളം BC 600 മുതൽ AD 800 വരെയുള്ള നൂറ്റാണ്ടുകളെയാണ് അദ്ദേഹം ആദ്യ മലയാളം എന്ന് വിളിച്ചത്. രണ്ടാമത്തെ ഘട്ടം ഏതായിരുന്നു? മധ്യ മലയാളമായിരുന്നു. AD 800 മുതൽ AD 1500 വരെയുള്ള ഘട്ടമാണ് മധ്യ മലയാളത്തിൽ ഉൾപ്പെടുന്നത്. അടുത്തത് നവീന മലയാളമാണ്. AD 1500 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെയാണ് P ഗോവിന്ദപിള്ള നവീന മലയാളം എന്ന് വിളിച്ചത്. അപ്പൊ ആദ്യ മലയാളം, മധ്യ മലയാളം, നവീന മലയാളം ആരുടെ ഘട്ടവിഭജനമാണ്? P ഗോവിന്ദപിള്ളയുടെ ഘട്ടവിഭജനമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് AR രാജരാജവർമ്മയുടെ ഘട്ടവിഭജനമാണ്. അദ്ദേഹം ആദ്യഘട്ടം, മധ്യഘട്ടം, ആധുനിക ഘട്ടം എന്നിങ്ങനെ 3 ആയി തിരിക്കുന്നു. ഇനി ആദ്യഘട്ടം എന്ന് പറയുന്നത് കരിന്തമിഴ് കാലമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യഘട്ടം എന്ന് പറയുന്നത് കരിന്തമിഴ് കാലമാണ്. AD 825 മുതൽ 1325 വരെയുള്ള കാലഘട്ടത്തെയാണ് AR രാജരാജവർമ്മ കരിന്തമിഴ് കാലം എന്ന് വിളിക്കുന്നത്. സെറ്റിന്റെ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. AR രാജരാജവർമ്മ കരിന്തമിഴ് കാലം എന്ന് വിളിച്ച ഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെ എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യഘട്ടം കരിന്തമിഴ് കാലം എന്ന് വിളിക്കുന്നു. AD 825 മുതൽ 1325 വരെയുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അപ്പൊ മലയാള ഭാഷയുടെ പരിണാമത്തെ 3 ഘട്ടമായി തിരിക്കുന്നുണ്ട്. ആദ്യഘട്ടം, മധ്യഘട്ടം, ആധുനിക ഘട്ടം. അതിനെ തന്നെയാണ് കരിന്തമിഴ് കാലമെന്നും മലയാണ്മ കാലമെന്നും മലയാള കാലമെന്നും പറയുന്നത്. അപ്പൊ ഇത് ഭാഷയുടെ വളർച്ചയിലെ ബാല്യം, കൗമാരം, യൗവനം എന്നിങ്ങനെയുള്ള 3 ഘട്ടങ്ങളെയും ഈ ഘട്ടങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യഘട്ടം കരിന്തമിഴ് കാലമാണ്. അതായത് മലയാള ഭാഷയുടെ ബാല്യഘട്ടമാണ്. കൊല്ലവർഷം 825 മുതൽ 1325 വരെയുള്ള കാലഘട്ടം. അതായത് തമിഴ് ഭാഷയുമായിട്ടായിരുന്നു മലയാള ഭാഷയ്ക്ക് കൂടുതലായിട്ട് ബന്ധം ഉള്ളത്. അപ്പൊ ഭദ്രകാളിപ്പാട്ടിന്റെ ചില ഭാഗങ്ങൾ, പുരാണ കീർത്തനങ്ങൾ എല്ലാതും ഈ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളവയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് എന്ന് പറയുന്നത് മലയാണ്മ കാലമാണ്. അതായത് മലയാള ഭാഷയുടെ ഒരു കൗമാര കാലഘട്ടമാണ്, ഒരു മധ്യകാലഘട്ടമാണ് മലയാണ്മ കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1325 മുതൽ 1625 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് മധ്യഘട്ടം, മലയാണ്മ കാലം, ഭാഷയുടെ വികാസത്തിന്റെ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് സംസ്കൃതം നാടോടി ഭാഷയിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. എന്നാൽ തമിഴ് അതിന്റെ സ്വാധീനം വിട്ടുകൊടുത്തതുമില്ല. അപ്പൊ നമ്മുടെ കൗമാര കാലത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത എന്താണ്? ചഞ്ചലമായിട്ടുള്ള ഒരു മനസ്സാണ് അല്ലെ? ഒരു ചാഞ്ചല്യം നിറഞ്ഞിട്ടുള്ള ഒരു
സ്വഭാവമാണ് ഭാഷയ്ക്കുണ്ടായിരുന്നത്. അപ്പൊ കൗമാര കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ചാഞ്ചല്യം ഭാഷ കാണിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് മധ്യഘട്ടം, മലയാൻമ കാലം അഥവാ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്തത് ആധുനിക കാലഘട്ടമാണ് അഥവാ മലയാള കാലം. ആധുനിക കാലഘട്ടം അഥവാ മലയാള കാലം, യൗവനകാലം എന്ന് പറയുന്ന കാലമാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. കൊല്ലവർഷം എത്ര മുതല് 800 മുതലുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ 1625 മുതലുള്ള ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാം. കൊല്ലവർഷം 800 എന്ന് പറയുമ്പോൾ ക്രിസ്തുവർഷം 1625 മുതലുള്ള ഒരു കാലഘട്ടം. സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളിൽ നിന്ന് വിടുതൽ നേടി യൗവന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രയത്നിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഭാഷ അത്തരത്തിലെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഭാഷയിൽ തന്നെ കൃതികൾ രചിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തെയാണ് ആധുനിക ഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞ AR രാജരാജവർമ്മയുടെ മലയാള ഭാഷയുടെ പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘട്ടവിഭജനമാണ് പറഞ്ഞത്. ആദ്യഘട്ടം, മധ്യഘട്ടം, ആധുനിക ഘട്ടം. ആദ്യഘട്ടത്തെ കരിന്തമിഴ് ഘട്ടം എന്ന് പറയുന്നു, മധ്യഘട്ടത്തെ മലയാൻമ കാലം എന്ന് പറയുന്നു, ആധുനിക ഘട്ടത്തെ മലയാള കാലം എന്ന് പറയുന്നു. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്തത് കേരള സാഹിത്യ ചരിത്രകാരനായിട്ടുള്ള ഉള്ളൂരിന്റെ ഘട്ടവിഭജനമാണ്. പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്രാചീന സാഹിത്യകാലവും നവീന സാഹിത്യകാലവും. അപ്പൊ പ്രാചീന സാഹിത്യകാലം എന്ന് പറയുന്നത് എഴുത്തച്ഛന് മുമ്പാണ്. AD 825 മുതൽ 1525 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ഉള്ളൂർ പ്രാചീന സാഹിത്യകാലം എന്ന് പറയുന്നത്, എഴുത്തച്ഛന് മുമ്പുള്ള കാലഘട്ടം. അടുത്ത വിഭജനം എന്ന് പറയുന്നത് നവീന സാഹിത്യകാലം, എഴുത്തച്ഛന് ശേഷം. അപ്പൊ ഘട്ടവിഭജനത്തിന് എഴുത്തച്ഛന് മുമ്പ്, എഴുത്തച്ഛന് ശേഷം എന്ന് തിരിച്ചത് ആരാണ്? ഉള്ളൂരാണ്. നവീന സാഹിത്യകാലം, എഴുത്തച്ഛന് ശേഷം എന്ന് പറയുമ്പോൾ AD 1525 ശേഷമുള്ള കാലഘട്ടത്തെയാണ് ഉള്ളൂർ നവീന സാഹിത്യകാലം എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്രൊഫസർ P. ശങ്കരൻ നമ്പ്യാരാണ്. ഇദ്ദേഹം പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. പ്രാചീന മലയാളം, മധ്യ മലയാളം, ആധുനിക മലയാളം. പ്രാചീന മലയാളം, മധ്യ മലയാളം, ആധുനിക മലയാളം. പ്രാചീന മലയാളം എന്ന് പറയുന്നത് 13ാം ശതകം വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അടുത്ത വിഭജനം നോക്കൂ, മധ്യ മലയാളമാണ്. 13ാം ശതകം മുതൽ 16ാം ശതകം വരെയുള്ള ആ ഒരു 3 നൂറ്റാണ്ടിനെയാണ് അദ്ദേഹം എന്ത് വിളിക്കുന്നത്? മധ്യ മലയാളം എന്ന് വിളിക്കുന്നത്. അടുത്തത് ആധുനിക മലയാളമാണ്. 16ാം ശതകത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെയാണ് ആധുനിക മലയാളം എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രാചീന മലയാളം, മധ്യ മലയാളം, ആധുനിക മലയാളം, ഇത്തരത്തിലുള്ള ഒരു ഘട്ടവിഭജനം നടത്തുന്നത് ആരാണ്? പ്രൊഫസർ ശങ്കരൻ നമ്പ്യാരാണ്. എഴുത്തച്ഛന് മുമ്പ് ശേഷം എന്ന ഘട്ടവിഭജനം നടത്തിയത് ആരാണ്? ഒന്ന് പറഞ്ഞേ, ആരാണ് അത്തരത്തിൽ ചെയ്തത്? ഉള്ളൂരാണ് അല്ലെ. ഒന്നും മറക്കരുത്, കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക. വെറുതെ ഒരു സെന്റൻസിലൂടെയല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലുള്ള ക്ലിപ്പാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് വടക്കുംകൂർ രാജരാജവർമ്മയാണ്. ആദ്യകാലം, മധ്യകാലം, ആധുനിക കാലം എന്നാണ് അദ്ദേഹം വിഭജിച്ചത്. ആദ്യകാലം എന്ന് പറയുന്നത് എഴുത്തച്ഛന് മുമ്പ്, മധ്യകാലം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ മുതൽ കേരളവർമ്മ വരെ, ആധുനിക കാലം എന്ന് പറയുന്നത് കേരളവർമ്മയ്ക്ക് ശേഷം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഭജനമാണ് അല്ലെ. വടക്കുംകൂർ രാജരാജവർമ്മ, ആദ്യകാലം, മധ്യകാലം, ആധുനിക കാലം. ആദ്യകാലം എന്ന് പറയുന്നത് എഴുത്തച്ഛന് മുമ്പ്, മധ്യകാലം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ മുതൽ കേരളവർമ്മ വരെയുള്ള കാലഘട്ടം. ഇനി ആധുനിക കാലം എന്ന് പറയുന്നത് ഏതാണ്? കേരളവർമ്മയ്ക്ക് ശേഷമുള്ള കാലഘട്ടം. അടുത്തത് KM ജോർജ് ആണ്. KM ജോർജ് അദ്ദേഹം 2 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചത്. പ്രാചീന കാലഘട്ടവും ആധുനിക കാലഘട്ടവും. പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത് എഴുത്തച്ഛന്റെ കാലഘട്ടം വരെയുള്ള സമയത്തെയാണ് അദ്ദേഹം പ്രാചീന കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുത്തച്ഛന് ശേഷമുള്ള സമയത്തെയാണ് ആധുനിക കാലഘട്ടം എന്ന് വിളിക്കുന്നത്. അപ്പൊ KM ജോർജിന്റെ വിഭജനം എങ്ങനെയാണ്? പ്രാചീന കാലഘട്ടം എന്നും ആധുനിക കാലഘട്ടം എന്നും. പ്രധാനപ്പെട്ട 4 ഘട്ട വിഭജനം കൂടി നമുക്ക് നോക്കാനുണ്ട്. അടുത്തത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ആദി സാഹിത്യകാലം, മണിപ്രവാള കാലം, ശുദ്ധ ഭാഷാകാലം എന്നാണ് ആറ്റൂർ കൃഷ്ണപിഷാരടി തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശുദ്ധ ഭാഷാകാലം എന്നുള്ള വിഭജനം, ഘട്ടവിഭജനം ആരുടേതാണ് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ആറ്റൂർ കൃഷ്ണപിഷാരടി ആദി സാഹിത്യകാലം, മണിപ്രവാള കാലം, ശുദ്ധ ഭാഷാകാലം എന്ന് തിരിക്കുന്നത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ആദി സാഹിത്യകാലം എന്ന് പറയുന്നത് AD 825 വരെയുള്ള ഒരു കാലഘട്ടമാണ്. മണിപ്രവാള കാലം എന്ന് പറയുന്നത് AD 825 മുതൽ 1525 വരെയുള്ള ഒരു കാലഘട്ടമാണ് മണിപ്രവാള കാലം എന്ന് പറയുന്നത്. അടുത്ത വിഭജനം നോക്കൂ, ശുദ്ധ ഭാഷാകാലമാണ്. AD 1525 മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തെയാണ് ആറ്റൂർ കൃഷ്ണപിഷാരടി ശുദ്ധ ഭാഷാകാലം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദി സാഹിത്യകാലം, മണിപ്രവാള കാലം,
ശുദ്ധ ഭാഷാകാലം ആരുടെ ഘട്ടവിഭജനമാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ വിഭജനമാണ്. അടുത്തത് CL ആന്റണിയുടെ വിഭജനമാണ്. അപ്പൊ ഭാഷോൽപത്തിവാദം പറഞ്ഞ സമയത്ത് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ആദ്യഘട്ടം പരതന്ത്ര ഘട്ടം, രണ്ടാമത്തെ ഘട്ടം സംക്രമണ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം സ്വതന്ത്ര ഘട്ടം. പരതന്ത്ര ഘട്ടം AD 9-ാം നൂറ്റാണ്ട് വരെ, സംക്രമണ ഘട്ടം 9-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ, സ്വതന്ത്ര ഘട്ടം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഘട്ടത്തെയാണ് സ്വതന്ത്ര ഘട്ടം എന്ന് പറയുന്നത്. അടുത്തത് PV വേലായുധൻ പിള്ളയുടെ വിഭജനമാണ്. പൂർവ പ്രാചീന മലയാളം, പ്രാചീന മലയാളം, വികസിത മലയാളം എന്നാണ് ആര് തിരിക്കുന്നത്? PV വേലായുധൻ പിള്ള തിരിക്കുന്നത്. പൂർവ പ്രാചീന മലയാളം AD 1200 വരെയുള്ള കാലഘട്ടത്തെയാണ് പൂർവ പ്രാചീന മലയാളം എന്ന് PV വേലായുധൻ പിള്ള തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രാചീന മലയാളമാണ്. AD 1200 മുതൽ 1500 വരെയുള്ള ഒരു കാലഘട്ടമാണ് ഏത്? പ്രാചീന മലയാളം എന്ന് PV വേലായുധൻ പിള്ള വിളിക്കുന്ന കാലഘട്ടം. വികസിത മലയാളം എന്ന് പറയുന്നത് 1500-കൾക്ക് ശേഷം മലയാള ഭാഷ പൂർണ്ണ ആ ഒരു രൂപത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തെയാണ് PV വേലായുധൻ പിള്ള വികസിത മലയാളം എന്ന് വിളിക്കുന്നത്. അടുത്തത് അവസാനത്തെ ഘട്ടവിഭജനമാണ് LV രാമസ്വാമി അയ്യർ. LV രാമസ്വാമി അയ്യർ മലയാള ഭാഷാരംഭം, പഴയ മലയാളം, പുതിയ മലയാളം എന്നിങ്ങനെ തിരിക്കുന്നു. മലയാള ഭാഷാരംഭം 9-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ഭാഷയുടെ ആരംഭം എന്ന് LVR വിളിക്കുന്നത്. അടുത്തത് പഴയ മലയാളം എന്നുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെയാണ് പഴയ മലയാളം എന്ന് LVR വിളിക്കുന്നത്. അടുത്തത് പുതിയ മലയാളം, 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള മലയാള ഭാഷയുടെ വികസിത കാലഘട്ടത്തെയാണ് LV രാമസ്വാമി അയ്യർ പുതിയ മലയാളം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പൊ മലയാള ഭാഷയുടെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള വളർച്ചയെയാണ് ഘട്ടവിഭജനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിവിധ സൈദ്ധാന്തികർ, ഭാഷാ പണ്ഡിതർ എപ്രകാരമാണ് മലയാള ഭാഷയുടെ വികാസ ഘട്ടത്തെ ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പ്രധാനപ്പെട്ട ഘട്ടവിഭജനത്തിന്റെ പേര്, അവ ഉൾക്കൊള്ളുന്ന കാലഘട്ടം, ആരാണ് വിഭജിച്ചത് എന്നീ കാര്യങ്ങളാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഏതാണ്? കരിന്തമിഴ് കാലം, മലയാണ്മ കാലം, മലയാള കാലം എന്നിങ്ങനെ മലയാള ഭാഷയെ 3 ഘട്ടങ്ങളായി വിഭജിച്ചത് ആരാണ്? AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയാണ് ഇത്തരത്തിലുള്ള ഒരു ഘട്ടവിഭജനം നടത്തിയത്. ആദ്യ ഘട്ടം കരിന്തമിഴ് കാലമാണ്. AD 825 മുതൽ 1325 വരെയുള്ള കാലഘട്ടത്തെയാണ് അദ്ദേഹം കരിന്തമിഴ് കാലഘട്ടം എന്ന് വിളിച്ചത്. രണ്ടാമതായിട്ട് മധ്യഘട്ടം അഥവാ മലയാണ്മ കാലമാണ്. 1325 മുതൽ 1625 വരെയുള്ള കാലഘട്ടത്തെ മധ്യഘട്ടം എന്ന് വിളിച്ചു. മൂന്നാമതായിട്ട് ആധുനിക ഘട്ടമാണ്, മലയാളക്കാലം. AD 1625 മുതലുള്ള കാലഘട്ടത്തെയാണ് ആധുനിക ഘട്ടം എന്ന് AR വിളിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.